ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം. കേശിവധം. ഹരേ. കേശിയാം ഘോരനസുരൻ പുറപ്പെട്ടു കൂസാതെ ചെന്നു വ്രജം ബുക്കിതശ്വമായി. അശ്വമതിന്നൊച്ച കേൾക്കും ജനമെല്ലാം വിശ്വത്തിൽ നിന്നു പോവാൻ തുടങ്ങിയിടുന്നു. ഘോരഹയത്തിൻ കഴുത്തിലെ രോമങ്ങൾ പാരമുരുമ്മി മേഘങ്ങൾ ഭേദിക്കുന്നു. വൃക്ഷങ്ങളെല്ലാം തകർത്തുകൊണ്ടങ്ങനെ പക്ഷി പോലെ പെരുമാറുന്നു കേശിയും. ഗോകുലവാസികൾ ഭീതി പൂണ്ടേവരും ആകുലം പൂണ്ടുഴലുന്നതു കണ്ടൊരു കേശവൻ നന്ദജൻ കൃഷ്ണനുഴറ്റോടെ കേശിയാം വീരനോടായി അടുത്തിടിനാൻ. വായും പിളർന്നു ലോകം വിഴുങ്ങിടുവാനായി വരും ദൈത്യനോടേശിനാൻ കേശവൻ. മായാമയനെ വിഴുങ്ങുവാനായി തുടങ്ങിയ നേരം മുകുന്ദനും വായിൽ കരം കടത്തിടിനാൻ കൃഷ്ണനെ മായാവി നന്നായി മുറുകെ കടിച്ചിതു. കേശിതൻ ദന്തങ്ങളൊക്കെ കൊഴിഞ്ഞതി ക്ലേശിതനായി പിണങ്ങിനാൻ പിന്നെയും. കേശവൻ തൻ്റെ കരം പണ്ടു വാമനനാശകളൊന്നായി വളർന്ന പോലെ തടിച്ചിടിന നേരം അസുരൻ്റെ ശ്വാസങ്ങളോടുവാൻ വല്ലാഞ്ഞു ചോരയും ഛർദിച്ചു കണ്ണും തുറിച്ചവൻ. ഘോരകരങ്ങൾ കാൽ മണ്ണിലടിച്ചവൻ വിണ്ണിലകം പൊക്കാൻ. കേശവൻ കേശിയെ കൊന്നതു മൂലമായി കേശവനെന്നു നാമം പുകഴ്ത്തി ദിവി വാഴുന്ന ദേവകൾ കൽപ്പകപ്പൂമലർ ദൂഷിച്ചു പേമഴ പോലെ ചുരിഞ്ഞിതു. നാരദ മാമുനിയപ്പോഴവിടേക്കു പാരാതെ വന്നുടൻ കൃഷ്ണനെ വാഴ്ത്തിനാൻ. ശ്രീകൃഷ്ണ വിഷ്ണു ജഗദീശ മാധവ ലോകപാല കരുണാകര വാരിധേ സർവഭൂതാത്മൻ സർവാധാര യോഗേശ നിർവികാര നിരുപാത്മജ്യോതിർമയ സർവഗുഹാസ്ഥഗൂഢ മഹാപുരുഷ സർവേശ്വര പരമാത്മൻ പരാപര. ആത്മാവിനും അനാത്മാവിനും മൂലമായി സൂക്ഷ്മമായി സൃഷ്ടിക്കു പൂർവമായി സാക്ഷിയായി മായാഗുണങ്ങളെ കൊണ്ടു വിശ്വം ചമച്ചായതിൽ സത്യസങ്കല്പസ്വരൂപനായി ചേതനനായ നീ സത്യരക്ഷാർത്ഥമായി ഭൂതലേ വന്നവതീർണനായി അന്നു ഭൂതലഭാരഹരണം വരുത്തുവാൻ ജാതനാകുന്നിതുമായ മഹിമയാൽ ദുഷ്ടരായുള്ള ദൈത്യരെയൊക്കെയും നഷ്ടത ചെയ്തുടൻ വിഷ്ടപം രക്ഷിച്ചു നഷ്ടമാക്കി കളഞ്ഞിടുന്ന നീയുന്നു ദുഷ്ടനാം കേശിയെ കൊന്നതെന്തത്ഭുതം. എങ്കിലും ഭക്തജനങ്ങൾ പറയുന്നു പങ്കജനേത്ര നീ ചെയ്തത് അത്യത്ഭുതം. ആയുധമേറ്റു മൃതിയും അവനില്ലാമായവുമേറ്റവും ഉണ്ടിവൻ തന്നെ നാമം ശ്രവണേന കേൾക്കുന്ന ദേവകളാമയം പൂണ്ടൊളിക്കുന്നതു പോയിതു. മേലിലെന്നും അല്ല നിഗ്രഹവും ജഗൽപാലക കംസനെയും ഭവാൻ കൊൽവതും കാൺമതിനായി വന്നിടുന്നതുണ്ടു ഞാൻ ആൺമയായി നാളേക്കു നാളെ മധുരിപ്പോ. പിന്നെ യവന നരകമുരദൈത്യരുന്നതന്മാരെ വധിപ്പതും കണ്ടിടാം. ദേവേന്ദ്രനോടുടൻ പാരിജാതത്തെയും ദേവേശ വാങ്ങുന്നതും വിവാഹങ്ങളും ധന്യ നൃഗമോക്ഷം ജാമ്പവൽ പുത്രിയാം കന്യാ വിവാഹം സ്യമന്തകപ്രാപ്തിയും പിന്നെ മൃതനാം ഗുരുപുത്രൻ തന്നെയും അന്വേഷണം ചെയ്തു കൊണ്ടൊന്നു ദക്ഷിണ ചെയ്വതും പൗണ്ഡ്രകൻ തന്നെ വധിപ്പതും ജാതവേദസിനാൽ കാശീപുരം ചുട്ടു ദന്തവക്ത്രൻ തന്നെ കൊന്നു ധർമാത്മജം സന്തതം ബന്ധുവായി രാജസൂയം ചൈദ്യമന്താരമോക്ഷവും. ഹരേ. സന്തതം ബന്ധുവായി രാജസൂയം ചൈദ്യം അന്തരാമോക്ഷവും നൽകി ഭൂഭാരത്തിനന്തരം ചെയ്വതിന് അർജുന സാരഥ്യം ദുര്യോധനാദികളെ വധിപ്പിപ്പതും വൈരം യദുക്കൾ തമ്മിൽ ഭവിപ്പിച്ചിഹ കാര്യം വരുത്തുവാനായതും സംഹരിപ്പാൻ അവർ തമ്മിൽ ഒന്നിനൊന്നു തല്ലിച്ചു ഇങ്ങനെയുള്ള വിലാസം മായാരസമെങ്ങു കാൺമാൻ ഞാൻ വരുന്നു തത്തൽക്കാലേ. ഇന്നു നിൻ കാരുണ്യമെങ്കലുണ്ടാകണം ചിന്മയമൂർത്തേ ജഗൽപതേ മാധവ. നല്ലതുമേന്മേൽ വരികെന്നനുഗ്രഹം ചൊല്ലി യഥാഗമനം ചെയ്തു നാരദൻ. നന്ദിച്ചു രാമനും ഗോപാലവൃന്ദവും ഒന്നിച്ചു കൃഷ്ണനും വാണിതതു കാലം. പിന്നെയും കാനനം പൊക്കു ഗോവിന്ദനും തന്നെ മിത്രങ്ങളോടും കളിക്കുമ്പോൾ ഗോക്കളെ മോഷ്ടിച്ചു കൊണ്ടങ്ങൊളിക്കയും വെക്കം തിരഞ്ഞങ്ങു കണ്ടെത്തിയും
ചിലർ മേഷഭാവം നടിച്ചും ചിലരങ്ങതിൽ മേഷപാലന്മാരതായി കളിക്കയും. അന്നു മയാസുരൻ തന്നെ സൂനുവായി നിന്നൊരു വ്യോമാസുരൻ പോന്നു വന്നുടൻ നന്ദാത്മജൻ കൃഷ്ണരാമാദി ഗോപാലർ തന്നെ കൂട്ടത്തിലൊന്നായ കമ്പുക്കുമേഷരൂപം ധരിച്ചിടുന്ന ബാലരെ മോഷണം ചെയ്തു ഗുഹയ്ക്കകത്താക്കിനാൻ. കല്ലുകൾ കൊണ്ടു ഗുഹാദ്വാരവും അടച്ചലീമകൾ കാന്തനെല്ലാം അറിഞ്ഞുടൻ ദാനവനാം വ്യോമനെ പിടിപെട്ടിതു. ദാനവരൂപം പ്രകാശിച്ചിതന്നേരം പോവതിനായി തുനിഞ്ഞിതു വ്യോമനും. ദേവദേവൻ യമലോകെ ഗമിപ്പിച്ചു ബാലകന്മാരെ തുറന്നു പുറത്താക്കി ചാലവേ വാഴ്ത്തി സ്തുതിച്ചിതു ദേവകൾ. എന്നതു കേട്ടു സന്തോഷേണ കൃഷ്ണനും ചെന്നു തൻ ഗോകുലം പുക്കുവാണിടിനാൻ. ഹരേ. അക്രൂരാഗമനം. പിന്നെ അക്രൂരനും തന്നെ പത്തനെ നിന്ന് പുറപ്പെട്ടു കൃഷ്ണനെ കാണുവാൻ. തേരിലേറി കൊണ്ടുപോകുന്ന നേരം അങ്ങോരോ തരം വിചാരിച്ചിതക്രൂരനും. ദുഷ്ടനാം കംസനിന്നമ്പാടിയിൽ എന്നെ വിഷ്ടപനാഥനെ കാൺമാനയച്ചത് എന്നുടെ ഭാഗ്യമിതെന്നേ പറയാവൂ. നന്ദാത്മജൻ നരമൂർത്തിമാനീശ്വരൻ തന്നെ രൂപം നമുക്ക് കണ്ടിടുവാൻ എന്നു തുടങ്ങി ഭക്ത്യാ ഭജിക്കുന്നു ഞാൻ. എന്നതു സാധ്യമായി വന്നുകൂടിയിടുകിൽ എന്നുടെ ജന്മസാഫല്യം അതും വന്നു. സർവാത്മകനായ കൃഷ്ണന്റെ നാമമൊന്നുർവിയിലുള്ളിൽ ഓർക്കുന്നവർ പാതകമൊക്കെയും ഭസ്മമായി ചിത്തം തെളിഞ്ഞുടൻ ഭക്തിയും മുക്തിയും വന്നുകൂടും ദൃഢം. നിത്യസ്വരൂപനാം കൃഷ്ണനെ യോഗികൾ നിത്യം യമനിയമാദികളാൽ തപം ചെയ്യുന്നിതു. പരബ്രഹ്മസ്വരൂപമായി മായാമയനായ കൃഷ്ണന്റെ മായയാൽ തോയാശയെ വിളങ്ങിയിടും ഗഗനം പോൽ മായാവികാര ലോകഭ്രമമൊക്കെയും സത്യമായി തോന്നി വരുന്നു ബുധന്മാർക്കും. നിത്യസ്വരൂപന്റെ കാരുണ്യമുണ്ടായി സത്യവും നേരെ തെളിഞ്ഞു മായാമോഹം മിഥ്യയെന്നും അറിയുന്നു വിദ്വജ്ജനം. ഇങ്ങനെയുള്ള ഭഗവത് സ്വരൂപത്തെ ഇങ്ങു കാൺമാൻ അവകാശം വരുന്നാകിൽ ഇന്നിതിന്മീതെ മറ്റെന്തു വരേണ്ടതു മന്നിടത്തിങ്കൽ ജനിച്ച ഫലം വന്നു. മന്ദഹാസേന മുഖാരവിന്ദത്തെയും ഒന്നിച്ചു കണ്ടു ഭവൽപദേ കുപ്പുമ്പോൾ സന്തോഷമോടെന്നെ പാണിപത്മങ്ങളാൽ ചെന്താമരാക്ഷൻ പിടിച്ചെഴുന്നേൽപ്പിക്കും. ഭക്തരായുള്ള ജനത്തിന് അഭയത്തെ ദത്തമാകും കരം കൊണ്ടെന്നെ സ്പർശിക്കും. സർവജകൽപിതാവാകിയ മാധവൻ ഉർവീപതി മമതാതനെന്നും ചൊല്ലും. അപ്പോഴുണ്ടാകുമെന്നുള്ളിൽ ഇപ്പോഴത് ഇന്നവണ്ണമെന്നറിയാമോ. മാധവം മാനിയാതുള്ളവർക്കെത്രയും ബാധയാം ജന്മവും വ്യർത്ഥമായി വന്നുപോവും. ദുഷ്ടനാം കംസന്റെ സേവകൻ ഞാൻ എന്നതൊട്ടുമേ തോന്നുകയില്ല മുകുന്ദനും. സർവജ്ഞനായി സർവസത്വത്തിലൊക്കെയും സർവദാ ദൃഗ്വസ്തുവല്ലോ ജഗന്മയൻ. എന്നുടെ മാനസഭക്തി കണ്ട് ഏറ്റവും നന്നായി വരുമെന്നനുഗ്രഹിക്കും പരൻ ഹരേ. ഇങ്ങനെ മാർഗമധ്യേ നിരൂപിച്ചേറ്റം മംഗലൻ സംഭ്രമത്തോടും അതിഭക്തിയാ സന്ധ്യാസമയേ വ്രജത്തിനടുത്തപ്പോൾ അന്തരമെന്നിയെ കണ്ടിതക്രൂരനും. ഗോകുലദ്വാരപഥതലേ രേണുവിൽ താപസസേവ്യൻ ഹൃദി സ്ഥിതൻ മാധവൻ തന്നെ പാദാരവിന്ദപതനവും എന്നതിൽ വജ്രമത്സ്യാങ്കുശരേഖകൾ കണ്ടു രഥേ നിന്നിറങ്ങി. അക്രൂരനും ഉണ്ടായ മോദാൽ പൊടിവാരി മൗലിയിൽ നന്നായി അണിഞ്ഞതു കേൾക്കെടോ മന്നവാഹരേ. പന്നകഭൂഷണനാദികൾക്കുമിതു വന്നുകൊള്ളുവാൻ പണിയെന്നോർത്തു നിത്യവും വന്ദിത പുരുഷനെ ഭജിച്ചിടുന്നു. പിന്നെ അക്രൂരനും തേരിലേറി ചെന്നങ്ങുന്നത ഭക്തിയാ പരമസന്തുഷ്ടനായി ചെന്നിതങ്ങമ്പാടി തന്നിൽ അതു നേരം ഒന്നൊന്നേ കണ്ടാൻ വിശേഷം പലതരം കണ്ടും ഓരോന്നും കേട്ടും. ചെന്നുടൻ നന്ദാത്മജനെയും രാമനെയും കണ്ടു. വന്ന സംപ്രീതിയോടെ പുളകാങ്കിതം തന്നകം കൊണ്ടതി ഭാഗ്യവാൻ അക്രൂരൻ ഭക്തിയോടുദ്ധാനവും ചെയ്തു സ്യന്തനം നിർത്തിയിറങ്ങി. പരിഭ്രമചേതസാ ചെന്നു ബലനെയും കൃഷ്ണനെയും ഉടൻ വന്ദനം ചെയ്തു. പാദാന്തേ നമസ്കാരം ചെയ്തവൻ ഗൽഗദാൽ വീണുകിടന്നിതു ദണ്ഡുപോൽ തന്നെ മറന്നൊരക്രൂരനെ വേഗേന രാമനും കൃഷ്ണനും ചെന്നെടുത്താഗതനായൊരക്രൂരനെ പുൽകിനാർ. പങ്കജനേത്രന്റെ സംഗമം കൊണ്ടുടൻ പങ്കങ്ങൾ തീർന്ന അതിശുദ്ധനായ അക്രൂരൻ വേദങ്ങളാലും അറിഞ്ഞുകൂടായുന്ന വേദിത വേദ്യൻ പരൻപുമാൻ ചിന്മയൻ ഭക്തിമാന്മാർക്കു ഭാവിച്ച വണ്ണം തൻ്റെ ശക്തിയാം മായയിൽ നിന്നുളവാം ബ്രഹ്മം. ഭക്തനാം
അക്രൂരനെ പുണർന്നപ്പോഴേ ചിത്തത്തിൽ ആനന്ദമുണ്ടായതേറ്റവും. ചിത്തേ കുശലം വിചാരിച്ചു കൃഷ്ണനും ഒത്തു കയ്യും പിടിച്ചന്തർഗൃഹം പൊക്കോ പാദങ്ങൾ രണ്ടും കഴുകി മുകുന്ദനും മോദമോടർഘ്യാദി പൂജയും ചെയ്തുടൻ ചിത്രമാം ആസനെ വച്ചിത ക്രൂരനെ ശുശ്രൂഷ ചെയ്തിതു രാമകൃഷ്ണന്മാരും. പിന്നെയും മൃഷ്ടമായി ഭോജനം ചെയ്യിപ്പിച്ചുന്നതാനന്ദേന ഗന്ധമാല്യാദികൾ താമ്പൂലമാദികൾ കൊണ്ടും ബലഭദ്രനാമോദമോടു പൂജിച്ചിത ക്രൂരനെ. നന്ദനും സന്തോഷചേതസാ ചൊല്ലിനാൻ, നന്നായി തിന്നു ഭവാൻ വന്നതിപ്പോഴേ എന്നുടെ മാനസേ സൗഖ്യം പറയാമോ? എന്നുടെ ബന്ധുവാം നിന്നെ ദർശിക്കയാൽ ശിഷ്ടയാം തൽസോദരിതൻ സുതന്മാരെ ദുഷ്ടനാം കംസൻ നശിപ്പിച്ചു വാഴുന്നു. അങ്ങനെയുള്ള രാജ്യത്തിൽ വസിക്കുന്ന നിങ്ങൾക്ക് സൗഖ്യമോ എന്നു ചൊല്ലേണമോ? എന്നിവണ്ണം വർത്തമാനം പറഞ്ഞതിനന്ദിതനായിരുന്നേടിനാൻ നന്ദനും രാമനും കൃഷ്ണനും കൂടി മൃദുമയ കാമിതമാകിയ ശയ്യമേലങ്ങനെ ഭക്തനാം അക്രൂരനെ ശയിപ്പിച്ചവർ ചിത്തശുദ്ധ്യാ ഭോജനത്തിനായി പോയിതു. വന്ന സന്തോഷേണ മാനസേ ചിന്തിച്ചു തന്നുള്ളിലോർത്തിതോരോന്നേ അക്രൂരനും. മുന്നമേ മാർഗത്തിലോർത്ത വണ്ണം തന്നെ വന്നതുകൊണ്ടു സന്തോഷിപ്പതിനില്ല നന്ദജൻ. സർവജഗൽപതി മാധവൻ ഇന്ദിരാവല്ലഭൻ ഇന്ദ്രാരി സംഹരൻ ഇന്ദ്രാതിസേവിതൻ മായാമയൻ ഗുരു ചന്ദ്രബിംബാനനൻ ഇന്ദുകുലോദ്ഭവൻ ചിന്മയൻ താൻ പ്രസാദിക്കിൽ സകലവും നന്മയാം താപങ്ങൾ പിന്നെയില്ലൊന്നുമേ. ഏവം നിരൂപിച്ചു നന്നായി കിടക്കുമ്പോൾ ദേവദേവേശനും രാമനും വന്നിതു. പിന്നെയും ശുശ്രൂഷ ചെയ്തു മുകുന്ദനും മന്ദഹാസേന താൽപര്യവേഗവശാൽ തന്നെ ഭക്തനാമക്രൂരനോടിതം വന്ദനീയൻ പരൻ ചോദിച്ചു ശാന്തനായി, ഭാഗവതോത്തമനായ മഹാമതേ സ്വാഗതം സിദ്ധിച്ചിതോ പറഞ്ഞിടുക. മാതുലൻ കംസൻ എന്നൊരു മഹാരോഗഹേതുവായ ആതുരന്മാരായ നിങ്ങൾക്കു വ്യാധി ശമിക്കും ചികിത്സ ചെയ്യാതെ ഞാൻ ചോദിപ്പതെന്തു? കുശലം കുലത്തിൻ്റെ എന്നുടെ താതമാതാക്കൾക്കു ബന്ധനം വന്നതും പുത്രനാശം കൊണ്ടു ദുഃഖങ്ങൾ വന്നതും പാർത്താൽ അതൊക്കെയുമെൻ മൂലമെന്നതു മൂലമെനിക്കുണ്ടു ദുഃഖവും. എന്നങ്ങിരിക്കിലെന്തൊദർശനം കൊണ്ടുമെന്നു സുഖമെനിക്കേറ്റവുമുണ്ടല്ലോ. താതനിൽ സ്നേഹമേറിയിടുന്ന പുത്രർക്കു താതവിയോഗം ബഹുകാലമാം വിധൗ. താതനെ കണ്ടാൽ വരും സുഖമെങ്ങനെ ചേതസാ പാർത്താൽ പറവാനരുതേതും. ഇന്നു ഭവാൻ വന്ന കാരണം ചൊല്ലണം എന്നോടെനിക്കത്. ഇന്നു ഭവാൻ വന്ന കാരണം ചൊല്ലണം എന്നോട്, എനിക്കതു കേൾക്കാമതെങ്കിലോ. ദേവകീനന്ദനൻ വാക്കുകൾ കേട്ടൊരു ദേവേശ ഭക്തൻ അക്രൂരനും ചൊല്ലിനാൻ, കംസനാലുള്ളൊരു ഉപദ്രവം സർവവും കംസനോടായി നാരദൻ ഭവൽ വൃത്തങ്ങൾ നേരെ പറഞ്ഞതും നാരായണൻ തൻ്റെ കാരണം താതൻ വസുദേവർ തന്നെയപ്പാവി വധിപ്പാനടുത്തോരവസ്ഥയും ഏവം ഗ്രഹിപ്പിച്ചു താൻ വന്ന കാരണം ദേവേശനെ കേൾപ്പിച്ചു. പിന്നെയും ഭൂപതി ഭോജാധിപൻ പറഞ്ഞിടിനാൻ, ചാവയജ്ഞം തുടങ്ങിയിടുന്നു ഞാനിപ്പോൾ വേണമതു 14 ദിനം. നീയും ക്ഷീണത കൂടാതെ എന്നുടെ തേരേറി ഗോകുലേ ചെന്നു നന്ദാദി ഗോപാലരെ ആകെ അറിയിച്ചു. മത്സോദരി പെറ്റൊരാരോമലുണ്ണികളാമൻ മരുമക്കൾ ചാരു മനോഹരർ രാമകൃഷ്ണന്മാരെ പാരാതെ തേരിലേറ്റിക്കൊണ്ടുപോരണം. ചാരുത ചേർന്ന ധനുര്യാഗവേലയാ പൈതലായി വാഴുന്ന കാലത്തിൽ ഉത്സവം ചേതസി കാൺമാൻ കൊതി പെരുതാമല്ലോ. എന്നെല്ലാം അൽഭാഗിനേയർ മുഖം കണ്ടു നന്ദിച്ചു കൊള്ളുവാനും ഏറ്റമിങ്ങാഗ്രഹം ചെന്നു വൈകാതെ വരുത്തേണമെന്നതും നന്ദാദികൾ ഘോരസാദി മറ്റും വേണ്ടതൊന്നൊന്നേയുള്ളതുമൊക്കെ എടുപ്പിച്ചു നന്ദാദികളോട് വന്നിടു വൈകാതെ. നന്ദനന്മാർ നടപ്പാൻ വശരല്ലല്ലോ സ്യന്തനം നീ തെളിച്ചിടുക ഭയമായി. ഇങ്ങനെ കംസൻ പറഞ്ഞിതെന്നോടു ഞാൻ നിന്ദിയാതെ വന്നിതിങ്ങനെ കാര്യങ്ങൾ അങ്ങു നിരൂപണമിങ്ങറിയാവതോ. എങ്ങനെയെങ്കിൽ അതങ്ങനെയാവട്ടെ. സർവത്തിലും പരിപൂർണനായി സർവദാ സർവജ്ഞനായിരിക്കും നിനക്കൊക്കെയും ഓർത്താലറിയാം അതിങ്കിതജ്ഞത്വവും ആർത്തരക്ഷ പ്രഭോ പേർത്തു ചൊല്ലേണമോ.
കാർവർണ്ണനാം നീ തോർത്തിനി വേണ്ടതു നിർവഹിപ്പാനുറച്ചിങ്ങു പോരുന്നാകിൽ ഞാനങ്ങു കൊണ്ടുപോയാക്കുവൻ നിങ്ങളെ ആനന്ദമൂർത്തേ. അതല്ലായിലായതും ചെന്നു ചൊല്ലാം കംസനോട പരമാർത്ഥം നന്ദസൂനോ പറഞ്ഞിടുക വേണ്ടതും. അക്രൂരവാക്യമീ വണ്ണം ധരിച്ചൊരു വിക്രമശാലി രാമൻ കൃഷ്ണനുമായി നന്ദനോടിത്തമറിയിച്ച നേരത്തു നന്ദൻ ആനന്ദേന ഗോപാലരോടിത്തം ചൊന്നാൻ. നമുക്ക് ഭോജേശനെ കാണുവാൻ ഇന്നു പുലരുന്നതിന് മുമ്പ് പോകണം. നല്ല മധുരാപുരിക്കു ഘൃതാദിയുമെല്ലാം എടുത്തു പുറപ്പെട്ടു കൊള്ളുവിൻ. എല്ലാവരും ധനുര്യാകെ വരും. പിന്നെ നല്ല ശുഭകാലമാകയുമുണ്ടല്ലോ. ഉത്സവം കാണാം, നൃപനെയും കണ്ടിടാം, വത്സരമുണ്ടു ചാടൊക്കെയും പൂട്ടുവിൻ. യാത്രയ്ക്കു കോപ്പുകൾ ഇന്നൊരു കീടണം രാത്രി എന്നോർത്തു പാർത്തിയിടരുതാരുമേ. ഇത്തം പറഞ്ഞുറങ്ങിടിനാൻ നന്ദനും. വൃത്താന്തമൊക്കവേ കേട്ടു ഗോപീജനം ശ്രീ മുകുന്ദ വിയോഗം നിരൂപിച്ചു. ഓരോതരം ദുഃഖം ഉൾക്കൊണ്ടു നാരിമാർ താപസ സേവ്യം ജഗന്മയം ചിന്തിച്ചു. താപസിമാരെന്ന പോലെ ചിലർ ജീവനും ബ്രഹ്മവും ഒന്നെന്നു ദർശിച്ചു. ഭാവനയാൽ ഏകമായി ലയിക്കം പോലെ മാധവനോടു രമിച്ചതോർത്തുള്ളവും മാധവങ്കൽ രമിപ്പിച്ചു. വഴി പോലെ ചക്ഷുർനിമീലനം ചെയ്തു കേജിജനം ഈക്ഷണേന്ദ്രിയാർത്ഥനാം ഈശ്വരം ചിന്തിച്ചു. ചിത്തം മയങ്ങി മോഹിച്ചു വീണാർ ചിലർ. ഉത്തമൻ ലീല പാടിക്കളിച്ചാർ ചിലർ. കൃഷ്ണ കൃഷ്ണേതി മുറയിട്ടിതു ചിലർ. കൃഷ്ണനെ ചിന്തിച്ചു നിശ്ചലരായി ചിലർ. പിന്നെ പലതരം ചൊല്ലിത്തുടങ്ങിനാർ. നന്ദ് ആത്മജൻ പിരിയുന്ന ദുഃഖത്തിനാൽ. സൃഷ്ടികർത്താവേ ജഗന്മയ സന്തതം ഒട്ടുമില്ലേ തവ കാരുണ്യമെങ്ങളിൽ വല്ലവിമാരായ ഞങ്ങൾക്കു നൽകി നീ എല്ലാ രസങ്ങളെടുത്തു. വിശേഷമായി മല്ലീശ്വരനോടു കാരണമൂർത്തിയായി വല്ലവാധീശസുതനായ കൃഷ്ണനെ സൃഷ്ടിച്ചു. ഞങ്ങളോടൊപ്പിച്ചതിലേറ്റം പുഷ്ടരാഗം വളർത്തൊത്തു സംഘിപ്പിച്ചു. ചിത്തമതിങ്കൽ ലയിപ്പിച്ചു ബന്ധിച്ചു വ്യർത്ഥമാക്കിയിടുവാൻ എന്തൊരു കാരണം. ചിത്തത്തിൽ വേണ്ടാത്തതിനെ വേണ്ടിക്കയും ചിത്തത്തിൽ വേണ്ടതില്ലാതെ ചമയ്ക്കയും ഇത്തരം താവകലീലയോർക്കും വിധൗ ചിത്തഭ്രമം ഭവാനുണ്ടെന്നു തോന്നുന്നു. ചിത്തഭ്രമമുള്ളവർക്കു താനെന്ന വൃത്തികൾക്കും ക്രമമുണ്ടു പാർക്കും വിധൗ നാരിമാരായുള്ള ഞങ്ങൾക്കു ജീവനാങ്കാരണ പൂരുഷം നാരായണം കൃഷ്ണൻ കൊണ്ടു ഗമിപ്പതിനായിങ്ങു വന്നവൻ. ഇണ്ടൽപ്പെടുത്തുന്ന ക്രൂരനല്ലോ ദൃഢം. അക്രൂരനുമല്ല ദൂതനുമല്ലിവൻ. വക്രതപാരം വരുതുണ്ടു പാർക്കിലോ ദൂതനെന്നാകിൽ വൃത്താന്തം പറവതു ദൂതധർമ്മമിതെന്നുണ്ടു ചൊല്ലുന്നിതും. പോകും വഴിക്കുമേ വിടും ജനങ്ങളും ശോകഹീനം കംസമന്ദിരേമേ വിടും നാരീ ജനങ്ങൾ നരന്മാരുമേ വരും. കാരുണ്യമൂർത്തി മുഖാംബുജം കണ്ടിട്ടും ഓരോതരം സുഖമോടെ രമിച്ചിടും. നന്മയോടങ്ങവർ ചെയ്ത പുണ്യം അതു നമ്മുടെ ഭാഗ്യഹീനത്വമതായതും. മാധുര്യമേറും മധുരാപുരം തന്നിൽ മാധവൻ ചെല്ലുമ്പോൾ അങ്ങുള്ള നാരിമാർ ഹാസവും ഭാവവിശേഷമുഖങ്ങളും നാസാഭഗാത്രവിശുദ്ധിയും ഈക്ഷണലീലയും ശീലമദന വിലാസവും ബാലദേശേ നല്ല ചാന്തും കുറികളും മോഹനവാക്യ സാരസ്യ സൗജന്യവും മോഹനകാമലീലാഗൃഹശോഭയും കാണുന്ന നേരം അക്കാമിനിമാർകളിൽ ത്രാണനിപുണൻ വശനായി വന്നിടും. കാമുകന്മാർക്കൊരു കാരണനാം കൃഷ്ണൻ കാമിനിമാരിൽ മയങ്ങാതിരിക്കുമോ. രാജസശീലവുമേറും മധുരയിൽ രാജധാനി വാസി നാരിമാർക്കേറ്റവും കാരുണ്യമുള്ളവൻ കൃഷ്ണൻ എന്നാകിലും സാരമില്ലാതൊരു മൂഢമാർ നമ്മയും നാരായണൻ ചിന്ത ചെയ്യുകയില്ലേതുമേ നാരായണ ഞങ്ങളിതെന്തിന് ചെയ്വതും. മന്ദഹാസങ്ങളും ചന്ദ്രവദനവും മന്ദകടാക്ഷവും മഞ്ജുളവാക്യവും നിന്നുടെ കേളി വിലാസരസങ്ങളും സുന്ദരമായ ശരീര സൗഭാഗ്യവും എങ്ങനെ കാണാതെ ഞങ്ങൾ പൊറുക്കുന്നു. മംഗലമൂർത്തേ നന്ദാത്മജാ ദൈവമേ പ്രാണങ്ങൾ പോകുന്നതിന് മുന്നമെങ്ങളെ ത്രാണനം ചെയ്യങ്ങൾ പ്രാണനാഥ കൃഷ്ണ. ഏവമോരോന്നേ പറഞ്ഞും തരുണിമാർ കേവലം ചിന്തിച്ചിരിക്കുമ്പോൾ മിത്രനുദയാദ്രിതന്മേൽ വിളങ്ങുവാൻ ഉത്ക്രമിക്കുന്നതു കണ്ടു മുകുന്ദനും രാമനും ഒന്നിച്ചു. തേരിൽ കരേറിനാനാമോദമോടു നന്ദാദി ഗോപാലരും ഘോരസമാധിയാം കാഴ്ചകൾ കൈക്കൊണ്ടു പാരാതെ ചെന്നു. ചാടേറിനാരേ വരും എന്നതു കണ്ടു പറഞ്ഞിതു നാരികൾ. നന്ദാത്മജനു പോകുന്നതു സന്തോഷം നമ്മോടൊരൽപ്പവും സ്നേഹവുമില്ലല്ലോ. നമ്മോടു യാത്ര പറഞ്ഞതില്ലെങ്കിലും നിർമ്മലനൊന്നു തിരിഞ്ഞു നോക്കിയിടുകിൽ നന്മയിങ്ങൊട്ടും കുറഞ്ഞു വരായല്ലോ. നമ്മെ എന്തിനു തിരിഞ്ഞു നോക്കിയിടുന്നു. വന്ദിക്കുമോ ചാതകങ്ങളെ മേഘങ്ങൾ ചന്ദ്രിക സേവിക്കയില്ല ചകോരത്തെ.
നന്ദാത്മജൻ നമ്മയൊക്കെ ത്യജിച്ചതു നന്ദാദികൾ ബിംബെ മാനിച്ചു കൂടിയാർ നന്ദിതന്മാരായ വല്ലവന്മാർ ഷഠർ എന്നിവണ്ണം ഗോപിമാർ മനം കേഴുമ്പോൾ നന്ദാത്മജൻ കൃപാശാലി ജനാർദ്ദനൻ സന്ദേശവാക്കുകൾ കൊണ്ടവർ മാനസം തന്നെ തണുപ്പിച്ചിതെന്നറിവാൻ മന്നവാ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.